ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മോർണിംഗ് അപ്ഡേഷൻസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ബ്ലാക്ക്ബെറി പെറ്റൂണിയ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു പെറ്റൂണിയ പ്ലാന്റിനെ നമ്മുടെ കൂടെ നിർത്താൻ ഒട്ടും ചേർന്ന ഒരാളല്ലാന്ന്. പിന്നെ ഈ പൂവിൻ്റെ ഭംഗി ആലോചിക്കുമ്പോൾ പിന്നെയും വളർത്തി വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ മൾട്ടിപെറ്റൽ ബാൽസമാണ്. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് അത്ര ഉഷാറില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു മഴയൊക്കെ പെയ്ത സമയമാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ആൾക്കാർ ഒന്നുകൂടെ ഉഷാറാവും. മൾട്ടിപെറ്റൽസിൻ്റെ കട്ടിങ്സ് ചോദിക്കുന്നവരോട് കട്ടിങ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാത്തിലും ഫ്ലവർ ആയിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലറായിട്ടൊരു കളറ് പറഞ്ഞിട്ട് പിക്ക് സെൻഡ് ചെയ്യാത്തത്. കാരണം നമുക്കറിയില്ല, ഇതെല്ലാം മിക്സഡ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അയക്കുമ്പോൾ ലീഫിൻ്റെയും തണ്ടിൻ്റെയും സംഭവങ്ങളൊക്കെ, അതായത് ഒരു ഡിഫറൻസ് നോക്കിയിട്ടാണ് അയക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മിനിയേച്ചറിനെ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് മന്തിലൊരു സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റിനെ മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് പോകും. നമുക്ക് ശ്രദ്ധക്കുറവ് കാരണം അത് പോകും. പിന്നെ ഇല്ലെങ്കിൽ ഇപ്പോൾ ചൂട് കൂടുതലാണല്ലോ, അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിങ്ക ചേച്ചിമാരെല്ലാം നമ്മളിതാ ഇന്ന് പുറത്തേക്ക് വെച്ചൊന്ന് വെയിൽ കാണിക്കുകയാണ് കേട്ടോ. അതേ ഇടയ്ക്കൊരു മഴ പെട്ടെന്ന് വന്നപ്പോൾ മഴവെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോട്ടിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതില്ലാണ്ടായി പോയി കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിരുന്നു. ബ്ലാക്ക്ബെറിയുടെ ഒരു പെറ്റൂണിയ അല്ല, വിങ്കയായിരുന്നു കേട്ടോ. അപ്രൈറ്റ് ആയിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു വാഗമൺ ട്രിപ്പൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇതായി കേട്ടോ നമ്മുടെ വിങ്കയുടെ അവസ്ഥകളെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഇതിനെ എല്ലാത്തിനും വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് എല്ലാ ചേച്ചിമാരും ഒന്ന് വെയിലൊക്കെ കൊള്ളട്ടെ. അപ്പോൾ ഒരു 11:30 കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചതേപോലെ തന്നെ നമ്മുടെ പഴയ സ്ഥാനത്തേക്ക് തന്നെ വിങ്ക എല്ലാത്തിനെയും പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉള്ള പ്ലാന്റ്സിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു ബർഗൻഡി കളറാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു കളറും. നമ്മുടെ ടാറ്റു പപ്പായയുടെ വിങ്കയും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹാങ്ങിങ്ങിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് മൂണും ലാവൻഡറുമാണ് കേട്ടോ. ബ്ലാക്ക് മൂണിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇഷ്ടം കൂടുതൽ ലാവൻഡറിനോടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിങ്കയുടെ അപ്ഡേഷൻസ് കേട്ടോ. വിങ്ക വളർത്തുന്നതിനോട് എനിക്ക് ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ റീസെൻ്റായിട്ട് ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പ്ലാന്റാണ് കേട്ടോ, ബർഗൻഡി കളറിലുള്ള. അപ്പോൾ ഇതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സെയിലിനായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു പ്ലാന്റ് മാത്രമാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ സ്റ്റാർ സീനിയുടെ അപ്ഡേഷൻസ് ആണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. എല്ലാം പിന്നീട് വെയിൽ മൂത്തപ്പോൾ ചീഞ്ഞു പോയി കേട്ടോ. നമ്മൾ ഒരു ദിവസം വെള്ളം വീത്താതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ സീനിയ പ്ലാന്റിൻ്റെ കാര്യം അറിയാമല്ലോ, പെട്ടെന്ന് ഇല ഇല്ലാണ്ടായി പോകും. അതിൻ്റെ ഇലകളും മറ്റുമൊക്കെ കരിഞ്ഞ് ഇല്ലാണ്ടായി പോകാറാണുള്ളത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ഷെയ്ഡ്സ് മാത്രം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നല്ല വെയിലടിച്ചിട്ട് വെള്ളം വീത്താതെ ആയപ്പോൾ കരിഞ്ഞു പോയതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബാൽസമാണ് കേട്ടോ. ചിലർ ബാഷ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു 4-5 ഷെയ്ഡ്സ് നമുക്ക് സീഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. സീഡ്സാണ്, പ്ലാന്റ് അല്ല. പ്ലാന്റ് അയക്കാൻ കുറച്ച് പാടാണ്. നമ്മുടെ മിനിയേച്ചറൊക്കെ പോലെ തന്നെ വളരെ നേർത്ത സ്റ്റെം ആയതുകൊണ്ട് അതിൻ്റെ പ്ലാന്റ് അയക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ സീഡ്സാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വിങ്കയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെറൈറ്റീസ് വിങ്കയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ പോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ഗ്രോത്തൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് പ്ലാന്റിൽ ഫ്ലവേഴ്സ് വരുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ അതൊക്കെ. പിന്നെ ഇതൊക്കെ വന്നിട്ട് ഇപ്പം നമ്മൾ ഫംഗിസൈഡും കാര്യങ്ങളൊന്നും കൊടുക്കാതെ കുറച്ചിങ്ങനെ ചുരുണ്ടൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ വെരിഗേറ്റഡ് ബാൽസമാണ് കേട്ടോ. ഇത് 2 ഷെയ്ഡ്സാണ് നമുക്ക് വെരിഗേറ്റഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പിങ്കും ഒരു ഓറഞ്ചും ആണ്. പിന്നെ അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കുറേ ചൈനീസ് ബാൽസും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ. ഒന്ന് പൊടിപ്പിച്ച് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ അപ്ഡേഷൻസ് കേട്ടോ. പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ നല്ലൊരു ഡബിൾ പെറ്റൽ ബാൽസം പൊടിച്ച് നിന്നത് വീണ് പോയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ബ്ലാക്ക് പെറ്റൂണിയ അല്ല, സോറി, എപ്പോഴും തിരിഞ്ഞു പോകുന്നു, ബ്ലാക്ക് വിങ്കയാണ് കേട്ടോ. അപ്പോൾ അതിലും അത്യാവശ്യം സീഡ്സും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്.
നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹാങ്ങിങ് വിങ്കയുടെ സീഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കളേഴ്സിൻ്റെതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പർട്ടിക്കുലർ കളറായിട്ട് നമുക്ക് സെയിലില്ല കേട്ടോ. മിക്സഡ് സീഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ബുഷി പ്ലാന്റ്സ് ആണ് കേട്ടോ, ഡബിൾ പെറ്റൽസിൻ്റെ. ഇതൊക്കെ വന്നിട്ട് നമ്മൾ ജെറേനിയം നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതാണ്. നെക്സ്റ്റ് മന്ത് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടൊരു സെയിൽ ഉണ്ടാവുന്നത് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ.